നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 100 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 28ാമത്തെ ദിവസമാണെന്ന്. അങ്ങനെ ഒരു മാസം ആവാനായില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് കാണിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇത്ര സന്തോഷം എന്നുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ എന്താ പറയുക, ഇനി ഞാൻ ഇന്നും കൂടി വെയിറ്റ് കാണിച്ചിട്ട് നമ്മൾ ഒരു മാസം തികഞ്ഞിട്ട്, അതായത് 30 ദിവസം തികഞ്ഞിട്ട് 31ാമത്തെ ദിവസത്തെ വീഡിയോയിലാണ് ഞാൻ വെയിറ്റ് കാണിക്കുക. അപ്പോൾ എത്ര നമുക്ക് ഒരു മാസം കൊണ്ട് എത്ര കുറഞ്ഞു ഒന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇന്നൊരു നല്ലൊരു സന്തോഷമുള്ളൊരു ചെറിയ നമുക്കിങ്ങനെ ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷമല്ലേ, വെയിറ്റൊക്കെ കുറഞ്ഞ് കാണുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര ഒരു വണ്ണുള്ളവർക്കൊക്കെ മനസ്സിലാവും, വെയിറ്റ് കൂടിയവർക്കൊക്കെ മനസ്സിലാവുന്നൊരു സംഭവമാണ്. നമുക്ക് വെയിറ്റ് കുറഞ്ഞ് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രാവിലെ തന്നെ അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ ഒരു അന്നത്തെ ദിവസം മുഴുവൻ ഹാപ്പിനെസ് ആയിരിക്കും. ഇപ്പോൾ പതിവ് പോലെ തന്നെ ഇതാ ഇതും മദ്രസയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പർദ്ദയൊക്കെ ഇട്ട് അവിടെ ഇപ്പോൾ മദ്രസയിൽ പിന്നെ ബ്ലാക്ക് പർദ്ദ വേണം, വൈറ്റ് മൊക്കനെ അല്ലെങ്കിൽ ഷാളോ എന്തെങ്കിലും ഇടണം എന്നൊക്കെയുള്ള ഒരു സ്ട്രിക്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മെയ് 1 തീയതി മുതൽ എന്തായാലും നിർബന്ധമായിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അതാ അവൾക്കൊരു പർദ്ദയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് വലിയമായിട്ട് പോകുന്നുണ്ട് അവൾ. അങ്ങനെ അവൾ പോയതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് എത്തി. അപ്പോൾ ദോശമാവ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഇന്നും നമുക്ക് ഇതുമോനും എൻ്റെ കെട്ടിയവനും മാത്രം മതി. അതുകൊണ്ട് ഇതാ ഇന്ന് അവിടെ ദോശമാവ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇഡ്ഡലി ചുട്ടു, ഇന്ന് നമുക്ക് ദോശ തന്നെ ആക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എനിക്കും ഇതുമോൻ്റെ ഇപ്പിച്ചിക്കും ഒക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. നമ്മൾ മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. രാവിലെ മുട്ടക്കറിയും ദോശയാക്കാമെന്ന് കരുതി. ആ മുട്ട പിന്നെ അതിൻ്റെ ഒപ്പം കഴിച്ചോളൂല്ലോ. ഇതുമോന് മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര മടി കേട്ടോ. പൊരിച്ചത് വലിയ കുഴപ്പമില്ല, കഴിക്കും. പുഴുങ്ങിയത് ഭയങ്കര മടി. അപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ട് എനിക്ക് 2 പുഴുങ്ങി, ഒന്ന് ഇതുമോനും ഒന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അങ്ങനെ പുഴുങ്ങി വെച്ചു. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി. അധികം എന്താ പറയുക, നീണ്ട കറിയല്ലാതെ ഗ്രേവി ഒരു കുറുന്നനെയുള്ളത് ഇതുപോലെയുള്ള ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് കുറുന്നനായിട്ടുള്ളൊരു കറി കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം കറി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ക്ലീനിങ് പരിപാടിക്കായിട്ട് ഇങ്ങോട്ട് പോകുന്നു. കാരണം ദോശ ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, നമുക്ക് അപ്പക്കപ്പം ആ ഒരു കഴിക്കാനുള്ള സമയത്ത് അങ്ങോട്ട് ചുട്ടാൽ മതി. അപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇതും നീനുവിനാണെങ്കിൽ രാവിലെ 7 മണിക്ക് ഇതും മദ്രസയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ നീനുവിനെ വിളിക്കുക. അവൾക്കിപ്പം മുടി കെട്ടാനില്ലാത്തത് കൊണ്ട് അരമണിക്കൂർ, അല്ലെങ്കിൽ ഞാൻ 6:15 6:30 ആകുമ്പോൾ അവൾ വിളിക്കാറ്. ഇപ്പം അങ്ങനെ മുടി കെട്ടാനില്ലാത്തത് കൊണ്ട് ഒരു അരമണിക്കൂർ ഇങ്ങോട്ടായിട്ട് ഓൾ 7 മണിക്ക് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും 6:50 ആകുമ്പോൾ മദ്രസക്ക് പോയിട്ട് ഞാൻ നീനുവിനെ വിളിച്ചുണർത്തി. രാവിലെയൊക്കെ എണീച്ചള്ള എന്ന് പറഞ്ഞ് അവളെ നീപ്പിച്ച് ബാത്റൂമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ വെക്കുക. ഇനി അവളൊക്കെ റെഡി ആയിട്ട് ഒരു 8 മണിയാകുമ്പോൾ എനിക്ക് വിളിക്കൂട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ തീർക്കുന്നുണ്ട്. അവൾ 8:15 അവിടെ നിന്ന് ഇറങ്ങും. 8:15 8:20 ഒരു ബസ്സുണ്ട് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ബസ്സുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 8:30 35 ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ അവിടെ എത്തിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് 9 മണിയാകുമ്പോൾ ഡ്യൂട്ടി കയറും. 9 മണിക്ക് അവർ ഫോൺ വാങ്ങി വെക്കും. പിന്നെ ഇറങ്ങുമ്പോൾ 6 മണിക്കൊക്കെയാണ് കിട്ടുക. ഇങ്ങനെയൊക്കെയാണ് അവളുടെ ഒരു ടൈം ടേബിൾ കേട്ടോ. അപ്പോൾ അവൾ വിളിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ വേഗം തീർക്കാണ്. എന്താ പറയുക, ദോശ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ രാവിലെ തന്നെ തീർക്കുക. അപ്പോൾ ഒക്കെ ബെഡും കാര്യങ്ങളൊക്കെ തട്ടി വിരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി ടേബിളും കാര്യങ്ങളൊക്കെ തുടച്ച് എല്ലാം ഒരുവിധം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വാരട്ടോ. എല്ലാം മൊത്തത്തിലൊന്ന് റൂമുകളൊക്കെ ഒന്ന് നന്നാക്കിയതിന് ശേഷമാണ് അടിച്ചു വാരി കഴിഞ്ഞ് മൊത്തത്തിലൊക്കെ ഒന്ന് തുടച്ച് കിച്ചൺ വരെ വെക്കും കേട്ടോ. കിച്ചണിൻ്റെ ഭാഗം ഞാൻ പിന്നെ ഉച്ചക്കത്തെ പരിപാടി, നമ്മൾ ഫുഡ് കഴിക്കലും ഉച്ചക്കത്തെ ചോറ് കഴിക്കലും പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ തുടക്കുക. ആ ഒരു അടുക്കള ഭാഗം ക്ലീൻ ചെയ്യുക. എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് നമുക്കത് പോന്നു കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനീകരം ആരും വന്നാലും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയൊക്കെ മുൻഭാഗമൊക്കെ ഞാൻ പിന്നെ വേഗം വൃത്തിയാക്കിയിട്ടിട്ടു. അങ്ങനെ ഇതാ ഓരോ റൂമുകളൊക്കെ തുടച്ചിട്ടുണ്ട്. എല്ലാം തുടച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡൈനിങ് ഹാളും തുടച്ച് നേരെ കിച്ചൺ വരെ വെച്ചിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, അവിടെ നിർത്തി വെക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തറിയോ, വെയിറ്റ് നോക്കിയത് കേട്ടോ. കാരണം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇതൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നപ്പോൾ അയ്യോ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ലല്ലോ എന്നുള്ള പെട്ടെന്ന് ഓർമ്മ വന്ന് വേഗം ഓടിപ്പോയി വെയിറ്റ് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടോ വെയിറ്റ് 93.9. ഓക്കെ, ഞാൻ 94 തന്നെ പറയാം, പക്ഷേ 93 എന്നുള്ള അക്കം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം വെയിറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മളുടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആക്കുമ്പോൾ തന്നെ
തന്നെ വെയിറ്റ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോഴാണ് കൂടുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ വെയിറ്റ് ലോസ് സ്റ്റാർട്ടാക്കിയിട്ട് ഇതുവരെ കൂടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. നമുക്കിങ്ങനെ ഇത്തിരീച്ചായാലും കുറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 94.7 ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 1.5 വട്ടാണ് നോക്കിയത്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ 93.9 പറയുമ്പോൾ നമുക്ക് 800 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ട്, ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ദിവസം കൊണ്ട് അങ്ങനെയൊക്കെയല്ലേ, അത്രയ്ക്കല്ലേ വരുള്ളൂ നമ്മൾ. കാരണം നമ്മൾ അരി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഇങ്ങനെ കഴിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെയുള്ള ഡയറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അത് അങ്ങനെ കുറയാന്ന് പറയുമ്പോൾ അതൊരു അടിപൊളിയായിട്ടുള്ള കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സ്ട്രിക്റ്റാക്കി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനിത് വെയിറ്റൊക്കെ നോക്കി നേരെ എന്ത് ചെയ്തു, കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. പോകുന്നു ഇതുമ്മ വരുന്നുണ്ട്. ഇതുമ്മ വന്ന് ഇപ്പോൾ ഈ ഒരു മാസം മെയ് മാസം 9:30 വരെ മദ്രസയിൽ ക്ലാസ് ഉണ്ട്. പിന്നെ ഇനി ജൂണിൽ സ്കൂൾ തുറന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും 9 മണി വരെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു മാസം മെയ് മാസം ഒരു 9:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾ എത്തണമെങ്കിൽ 9:45 ആവും. അപ്പോൾ ഏകദേശം വരാനായ ടൈം ഞാൻ വേഗം ദോശ ചൂടാണ്ട് 3 ഉളപ്പാക്കും, 3 ഇതുമൂന്നും അങ്ങനെ 2 ആൾക്കും കൂടി ചുട്ട് അത്രയും മതിയല്ലോ, വേറെ ഒന്നും വേണ്ടേ. ഞാൻ പിന്നെ എനിക്ക് രാവിലെ അങ്ങനെ അറിയാലോ ഒന്നും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ആ ചായയുടെ കലോറിയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കുടിക്കും. കാരണം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ചായയാണ്. അത് ഹെൽത്തി ആയതുകൊണ്ടല്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒരു ഈ ജോലിയൊക്കെ ചെയ്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറാൻ ആ ചായ കുടിച്ചാൽ ഞാൻ അടിപൊളിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായയുടെ കവർക്ക് മേശപ്പുറത്തൊക്കെ അത് നമ്മുടെ മുട്ടക്കറി കൊണ്ടുപോയി വെച്ചു. പിന്നെ മൂപ്പർക്ക് കാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ അങ്ങനെ ചെറിയ കാപ്പി പൊടീൻ്റെ പാക്കില്ലേ, ആ 2 രൂപേൻ്റെ അതങ്ങനെ കൊണ്ടുവെക്കും. കാരണം അതൊരു ഗ്ലാസ് കാപ്പിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അതിട്ടാൽ അത് അടിപൊളി. മറ്റേ കാപ്പിൻ്റെ കുപ്പിയിൽ കൊണ്ടുവന്ന് എത്രയായാലും ഞാൻ എത്ര ശ്രദ്ധിച്ചാലും എങ്ങനെയെങ്കിലും കട്ടാവും കേട്ടോ. പിന്നെ മക്കളാണെങ്കിൽ മുഖത്ത് ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കെങ്കിലും മുഖത്ത് കാപ്പിപ്പൊടി അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ ടാന് പോകാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതാകുമ്പോൾ ഒരു പാക്ക് പൊട്ടിച്ച് അതിലേക്ക് ആവശ്യമുള്ള അരിപ്പൊടി, തേന്, പാൽ അതൊക്കെ ഒഴിച്ചിട്ടാണ് അവർ മുഖത്ത് തേക്കുക. അപ്പോൾ ഈ ഒരു ഞാൻ ഇങ്ങനെ ഒന്നായിട്ട് വാങ്ങി വെക്കാറാണ് ചെയ്യുന്നത്. കാപ്പിപ്പൊടീൻ്റെ ഒരു എന്താ പറയുക, മൊത്തത്തിൽ 2 രൂപേൻ്റെ ആ പാക്ക് ഇങ്ങനെ കുറച്ച് കൂടുതലാണ് വാങ്ങി വെക്കും കേട്ടോ. അപ്പം ഒരു കാപ്പി പാക്ക് എടുത്തിട്ട് ഇപ്പം മൂപ്പർക്ക് കാപ്പി ഉണ്ടാക്കി നമ്മൾ സ്ഥിരം ചായയുണ്ട്. ഞാൻ കപ്പിൻ്റെയൊക്കെ വലിപ്പം കുറച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല വിശപ്പുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വലിയ കോപ്പ് എടുക്കും. ഇപ്പം എന്തൊക്കെ വലിയ വിശപ്പില്ല, വെള്ളം അങ്ങനെ കുടിച്ച് കാണുന്നുണ്ടാവും എൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെള്ളം കുടിക്കട്ടെ. വലിയൊരു കോപ്പയിൽ അവിടെ വെള്ളം എപ്പോഴും അവിടെ ഒരു കാണുന്ന കോപ്പയില്ല, ആ കോപ്പയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. അതങ്ങനെ എടുക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ കുടിക്കൂട്ടോ. കാരണം നമുക്ക് ഒരു 1.5 ലിറ്റർ എന്തായാലും നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്, അത് കുടിക്കണമല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെക്കും. പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ പൊതുവേ നമുക്ക് ചൂടൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ദാഹം വരും. അപ്പോൾ ഞാനതങ്ങനെ അവിടെ അങ്ങനെ കുടിക്കണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കുഞ്ഞു കപ്പായിട്ട് എടുത്തത്. ഈ ഒരു കപ്പിലാണ് ചായ ഉണ്ടാക്കി നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നുണ്ട് ചായ. അത് ആണ് ഞാൻ ഇന്ന് വേറെ കടിയൊന്നും എടുത്തിട്ടില്ല, ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അവരത് മുന്നിൽ നിന്ന് മുട്ടക്കറിയും വെള്ളപ്പൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടും ഞാൻ കഴിക്കാതെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചായനോടുള്ള എത്രത്തോളം ഇഷ്ടം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്കത് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പാല് എന്താ പറയുക കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ പാല് കഴിയുകയാണെങ്കിൽ ഇല്ലെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പം മൂപ്പർക്ക് അതറിയാം. അപ്പം നോക്കിയിട്ട് അതൊക്കെ കറക്റ്റ് കൊണ്ടുവന്ന് തരും കേട്ടോ. ഇല്ല പാല് കഴിയാനായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് എത്തും. ചിലപ്പോൾ ഗുഡ് ലൈഫിൻ്റെ പാല് വാങ്ങും, ചിലപ്പോൾ മിൽമേൻ്റെ പാക്ക് പാല് വാങ്ങും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിതാ ഈ ചായ കുടിച്ച് രാവിലെ എൻ്റെ ഒന്നും അങ്ങോട്ട് ഒരു ഉണർച്ചയുണ്ട്. ഇതിങ്ങനെ ചായ അങ്ങോട്ട് കുടിച്ചാലും ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഞാൻ പിന്നെ അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ പിന്നെ അങ്ങനെ കിടന്ന് അങ്ങനെ ഫോൺ കാണുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു കേട്ടോ. കാരണം തുടക്കൽ അടിച്ചു വരലൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ പണികളൊന്നും എടുക്കാതെ അവിടെ ഇങ്ങനെ കിടക്കുന്നു. അത് പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഒരു 11:30 ആയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ കൂടുതൽ വിശന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിക്കും. അപ്പോൾ അത് കഴിക്കണ്ടല്ലോ എന്ന് കരുതി ഒരു 12 മണീൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ ഈ 2 മുട്ട പുഴുങ്ങിയതും
നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മുട്ടക്കറി ഉണ്ടല്ലോ, അവർക്ക് ദോശയിലേക്കുള്ള ആ കറി ഒഴിച്ചിട്ട് മുട്ട കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഗരം മസാലയും എന്താ പറയുക തേങ്ങാപ്പാലും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറി ആയിരുന്നു. അപ്പം അധികം ഈ മുട്ടയും കൂടി കൂട്ടിക്കൊഴിച്ച് അങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് അപ്പോഴും ഞാനിതാ ഇച്ചിരി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുടിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഇനി നമുക്ക് കിച്ചണിലേക്ക് കയറാം. പണികൾ ഒരു ഉച്ചക്കത്തുള്ള ഫുഡോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് നന്നാക്കി വേഗം ചോറ് അടുപ്പത്തിടാന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ നോർമൽ ചോറ്, സാധാ ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചക്ക കൊണ്ടുവന്നതിന് ചക്കക്കുരു ഒരുപാടുണ്ട്. അപ്പോൾ ഈ മക്കൾക്കൊന്നും വലിയ ചക്കക്കുരു വലിയ താല്പര്യമില്ല. പക്ഷേ ഇതുമ്മൂന് ഇഷ്ടമാണ് കേട്ടോ. ഇതുമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു. അപ്പോൾ ഞാൻ കരുതി ചക്കക്കുരു. പിന്നെ പച്ചമാങ്ങ ഉണ്ട്, ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലേക്ക് ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ രാത്രി വന്നിട്ട് അച്ചാറിടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. അതങ്ങനെ ചില ദിവസം മടിയാണ്. പിന്നെ ഞാൻ ഫോണിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നാൽ പിന്നെ ആ അടുക്കളത്തെ കാര്യമൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം അടുക്കളത്തെ പരിപാടികളൊക്കെ തീർത്ത് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോയാൽ പിന്നെ ഇത് അച്ചാറിടാൻ മറന്നിട്ട് പിന്നെ മൂപ്പരിങ്ങനെ ചോദിച്ചു, എന്തപ്പം എൻ്റെ മാങ്ങൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഉപ്പ് തേച്ച് ഫ്രിഡ്ജിലുണ്ട്, നാളെ എന്തായാലും അച്ചാറിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ മാങ്ങ ഉണ്ടായപ്പം ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ചക്കക്കുരു മാങ്ങ ഒരു കോമ്പിനേഷൻ ഒരു അടിപൊളിയാണല്ലോ. പക്ഷേ പരിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ പരിപ്പ് വലിയ താല്പര്യമില്ല. മൂപ്പർക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത് വലിയ താല്പര്യമില്ല. എന്നാലും വേണ്ടിയില്ല, ഞാൻ കരുതി ചക്കക്കുരു മാങ്ങി പിന്നെ മുരിങ്ങൻ്റെ ഇല കുറച്ചിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇതൊക്കെ ചട്ടപ്പടെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് മാത്രമേ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾ 2-3 പേരിലുള്ളൂ. പിന്നെ ഉച്ചക്കൊക്കെ തന്നെ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുള്ളൂ. രാത്രി അങ്ങനെ ആരും സീരിയസ് ആയിട്ട് രാത്രിയും ആയിട്ട് ഫുഡ് കഴിക്കാറില്ല. എന്തെങ്കിലും അവിൽ കൊഴിച്ചതോ അല്ലെങ്കിൽ പഴമോ മുട്ട അങ്ങനെ എന്തൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് രാത്രി. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാനല്ലേ എന്ന് കരുതി കുറച്ച് ചക്കക്കുരു എടുത്തു. അതിലേക്ക് ഒരു ഉള്ളിയും ഒരു ചെറിയ കഷ്ണം തക്കാളി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങൻ്റെ പുളി എങ്ങനെ അറിയില്ല, പുളി ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു പകുതി ചക്കക്കുരു എടുത്തു. എന്നിട്ട് നമ്മളത് ഒക്കെ നന്നാക്കി കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. അതായത് ചക്കക്കുരു, ഉള്ളി, തക്കാളി ഇട്ടോ, മുളക് പൊടി ഇട്ടു, ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് പറഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം പാർന്ന് നമ്മളിത് അവിടെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് എനിക്കെന്ത് മാങ്ങ ഇടാത്ത ഓർമ്മ. കാര്യമായിട്ട് മാങ്ങ കണ്ടിട്ടാണ് ഞാൻ ചക്കക്കുരു വെക്കാൻ നിന്ന് തന്നെ. പക്ഷേ പെട്ടെന്ന് മാങ്ങ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ. അവിടെ അടുപ്പത്ത് ഞാൻ വെച്ചതിന് ശേഷം ഇട്ടോ, അതാണോ വെച്ചു. അപ്പോഴാണ് ഈ പാത്രത്തിൽ മാങ്ങ ഇങ്ങനെ കണ്ടത്. അതാ ഈ പാത്രം മാങ്ങ ഇട്ടിട്ടില്ലല്ലോ എന്ന് കരുതി വേഗം അതിലേക്ക് 2 സ്പൂൺ മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും അടച്ച് വെച്ചു. എന്നിട്ട് എല്ലാം ഫ്രിഡ്ജിൽ അങ്ങോട്ട് കൊണ്ടുവച്ച് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. അതിന് ചില ദിവസം ഇങ്ങനെയാണ്, എനിക്ക് വേഗം പരിപാടികളൊക്കെ തീരും, വേഗം അപ്പം തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യും. ഭയങ്കര ചില ദിവസമൊക്കെ അങ്ങനെ കേട്ടോ. ചില ദിവസം അതിനും വേണ്ടി എല്ലാത്തിനും മടിയായിരിക്കും. പാത്രങ്ങൾ ചിലപ്പോൾ രാവിലെ ഫുഡ് കഴിച്ച പാത്രം മുതൽ ഉച്ച വരെ ഉള്ള പാത്രം വരെ അവിടെ ഉണ്ടാവും. വൈകുന്നേരം ഒന്നായിട്ട് മുറിഞ്ഞ ദിവസങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ മനുഷ്യന്മാരല്ലേ, എല്ലാം ഉണ്ടാവുമല്ലോ. പക്ഷേ അധിക ദിവസവും നമ്മൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോയിട്ട് ആരെങ്കിലും വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അധികം അങ്ങനെ ബാക്കിയുള്ള മാങ്ങി ഒക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോൾ കൊണ്ടുവച്ചപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച്, അതെടുത്ത് വറുക്കാമെന്ന് കരുതി. ഈ ചിക്കൻ വറുക്കുമ്പോഴാണ് എനിക്ക് ആകെ ഒരു ടെൻഷൻ കിട്ടുക. കാരണം ചിക്കൻ വറുക്കുമ്പോൾ ഇങ്ങനെ നീനൂനെങ്ങനെ ഓർമ്മ വരും. ഒന്നാമത് അവൾക്ക് അവിടെ ഫുഡ് റെഡിയല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് അവൾക്ക് ഫുഡ് അവിടെ റെഡി ആവാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനുണ്ട് എനിക്ക്. അപ്പം ചിക്കനൊക്കെ പൊരിപ്പോൾ ഇതുമ്മാണെങ്കിൽ ചിക്കൻ പൊരിക്കായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ഇപ്പോൾ നീന് പോയിട്ട് ഇവിടെ ചിക്കൻ പൊരിക്കൂലേ, ഞാനെന്താ ഇന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഞാനെന്താ ഒരു കുട്ടിയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുമ്മോ. അപ്പോൾ എനിക്കൊന്നാമത് ഇതാണ് ചിക്കനൊക്കെ പൊരിക്കാനൊക്കെ കറിയാകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. പൊരിക്കാനെടുക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെയാണ്. എന്തായാലും ഇന്ന് ഇതുമ്മ പറഞ്ഞതല്ലേ എന്ന് കരുതി വേഗം ചിക്കൻ ഒരു 4-5 പീസ് ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്ത് മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. 2-3 ദിവസമായി പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ട്. ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ല. ഒന്നിങ്ങനെ ചെറുതായിട്ട് ടെൻഷനും കാര്യം, നമുക്ക് ഇങ്ങനെ മക്കൾ ആരും ഇല്ലാഞ്ഞാലുള്ള ഒരു ടെൻഷനുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു മടിയും ഒക്കെയാണ് കേട്ടോ. ഒരു ജോലികളൊക്കെ എടുക്കാനൊക്കെ നമുക്കൊരു മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പണികളൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു ടെൻഷൻ കൊണ്ടൊക്കെയാണ് ഞാൻ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്ത് ഉണ്ടാക്കാനൊന്നുമില്ല. പിന്നെ മൂപ്പർക്കും അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. മൂപ്പർക്ക് എന്തെങ്കിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാതരം ഫുഡും കഴിക്കും. പിന്നെ ഇന്നലെ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ചിക്കൻ കറി ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ വേറെ അങ്ങനെ ഉപ്പേരി വേണമെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. മൂപ്പരൊന്നും പറയില്ല എനിക്ക്. നിൻ്റെ ടെൻഷൻ കാണുമ്പോൾ തന്നെ മൂപ്പർക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നും പറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചക്കക്കുരുക്ക് ഇടാനുള്ള
മുരിങ്ങ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് ചോറ് വന്നു, ചോറവിടെ ഊറ്റി വെച്ചു. പിന്നെ കാബേജ് ഉപ്പേരിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ, ഒരു നേരം കഴിക്കാനല്ലേ എന്ന് കരുതിയിട്ട് ഒരു പകുതി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ കട്ട് ചെയ്യുന്ന ആ ഒരു ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ വേഗം അടുപ്പത്ത് തന്നെ അത് വേവിച്ച് വെക്കാമെന്ന് കരുതി ഞാൻ 12 മണിക്ക് കേട്ടോ കിച്ചണിക്ക് വന്ന് തന്നെ. എന്നാലും 1 മണിയായപ്പോഴേക്കും നമ്മുടെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് റേഷൻ പിടിത്ത അരിയാണ്, അത് പെട്ടെന്ന് ഒരു തള തളിച്ചാൽ വേവും. പിന്നെ വേഗം ചക്കക്കുരു തൊലിക്കാനുള്ള നേരം മാത്രമാണ് കുറച്ച് ലേറ്റ് ആയത്, എന്നാലും കുറച്ചല്ലേ ഉള്ളൂ. അത് വെച്ചു. ഇനി ഇതാ കാബേജ് നമ്മൾ പച്ചമുളകൊക്കെ കീറിയിട്ട് കടുകൊക്കെ പൊട്ടിച്ച് കാബേജ് തോരനും അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ആ മുരിങ്ങയില നമുക്കൊന്ന് ഊരിയിട്ട് എന്ത് ചെയ്യാം, ഈ കുക്കർ വെന്തിട്ട് അത് ആ വിസിലൊക്കെ കാറ്റൊക്കെ പോയിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം അതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ മുരിങ്ങയിൽ, പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അതിന് കുറച്ച് മുരിങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല മുരിങ്ങ ഉണ്ട് മരുന്ന്, നല്ല തൂമ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒന്നാമത് ആരും കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും മടിയാണ്. മൂപ്പര് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയൊക്കെ ഇട്ട് നല്ല മുരിങ്ങ ഇതുണ്ടാക്കുമല്ലോ, തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒലത്താന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഭവമൊക്കെ മൂപ്പർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാത്തിനും എനിക്കൊരു മടിയാണ്. പിന്നെ ഓരോ ടെൻഷനും കാര്യമൊക്കെ എല്ലാം ഒന്നും ഫുഡ് മൂപ്പർക്ക് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് നന്നാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇതാ വേഗം ഫുഡ് റെഡിയാക്കണം. അങ്ങനെ ക്യാബേജ് തോരനായി. ആ അടുപ്പത്ത് തന്നെ വേഗം ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ മക്കൾ തന്നെ കഴിക്കാനുള്ളതല്ലേ, ഞാനും മക്കളൊക്കെ തന്നെയല്ലേ കഴിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ അതും അവിടെ വറുക്കാൻ വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ച് അതൊന്നിങ്ങനെ തിളച്ച് വരുന്നേക്ക് ഞാൻ മുരിങ്ങ വൃത്തിയാക്കിയ മുരിങ്ങ അതിലേക്ക് ഒന്നിട്ട് ഒരു തിളച്ചാൽ തന്നെ മുരിങ്ങ വേവുമല്ലോ. അധികം തിളച്ചാൽ പിന്നെ ഒരു കയ്പ്പായിരിക്കും അല്ലേ, മുരിങ്ങ എനിക്ക് അങ്ങനെ കയ്പ്പായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്നാം തിളച്ച ശേഷം തന്നെ തീ ഓഫാക്കി കേട്ടോ. ഇനിയെല്ലാം വേഗം ഞാൻ പാത്രങ്ങളിൽ നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിൽ ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. എന്നാൽ പിന്നെ ആ കുക്കറും കാര്യങ്ങളും വലിയ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചാൽ ആ പരിപാടി അങ്ങോട്ട് തീരുമല്ലോ. ഞാനിതാ എല്ലാം ഇവിടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ ഒഴിവാക്കുക. എല്ലാം നമുക്ക് വിളമ്പാനുള്ള പാത്രത്തിൽ ആക്കുകയാണ് കേട്ടോ. ചിക്കൻ അത് അവിടെ പൊരിച്ച് സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് പാത്രത്തിലാക്കി നമുക്ക് ടേബിളിൽ കൊണ്ടുപോയി വെക്കാം, എന്നിട്ട് കഴിക്കുക. അപ്പോൾ ഈ സമയം 1:15 ആയിട്ടുണ്ട്. മൂപ്പര് പള്ളിയിൽ പോയി വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. വാവാൻ കൊടുത്താൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുമ്പോഴേക്കും എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതി. ഇതാ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങയില കറി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങൻ്റെ ഒരു പുളിയും മുരിങ്ങയിലേൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഒരു പാത്രത്തിലേക്ക് ആക്കി. പിന്നെ ഇതാ നമ്മുടെ കാബേജ് തോരൻ്റെ ഒരു പാത്രത്തിലേക്കാക്കി. ഇതൊക്കെ നമുക്ക് ടേബിളിൽ കൊണ്ടുപോയി വെക്കാം. ചിക്കനോടെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അതിന് ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ടുവെക്കാമെന്ന് കരുതി ഓരോന്നായിട്ട് ഞാനിങ്ങനെ കൊണ്ടുവെക്കാണ് കേട്ടോ. ഇതും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഓളിന് എന്താ പറയുക, നെറ്റ് വൈഫൈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഫോണ് കളിക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടോ. പിന്നെ അങ്ങ് ഉളപ്പിച്ച് വിളിക്കുന്നുണ്ട്, ഇതുമോ എഴുന്നേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കണ്ട, എഴുന്നേൽക്ക്, ഉറങ്ങി എണീറ്റിട്ട് തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഉളപ്പാക്ക് ഒരു സമാധാനമില്ല കേട്ടോ. ഇതും ഉള്ളു ഇവിടെ, ഇനി ഓളും കൂടി ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിയോട് വിളി കേട്ടോ. അങ്ങനെ അതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ളത് ഒരു ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട് കഴിക്കുമ്പോൾ. നമ്മുടെ ഇച്ചിരി ഞാൻ ഒരു കോരി ചോറാണ് എടുത്തിരുന്നത്. പിന്നെ നമ്മുടെ ഈ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ, കഴിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി ചോറും ചക്കക്കുരും മുരിങ്ങ കറിയും ഒഴിച്ച് കാബേജ് തോരനും എടുത്തു. 4 കഷ്ണം ചിക്കൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ചിക്കന് അങ്ങനെ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, അവൾ കഴിക്കാൻ എത്തിയിട്ടില്ല, അവൾ ഉറങ്ങല്ലേ. അങ്ങനെ ഞാൻ കഴിച്ച് പകുതിയായപ്പോഴേക്കും അവൾ വന്ന് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഞാൻ എൻ്റെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി, അടുക്കളയൊക്കെ നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് കിടന്നത്. അപ്പോൾ ഇവിടെ കണ്ട കാഴ്ചയാണ് ഇത്. ചക്ക കഴിക്കട്ടെ. അവർ ഫ്രിഡ്ജിൽ ഇന്നലെ കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചക്കയായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ എളുപ്പമാണല്ലോ, എല്ലാം അതിൻ്റെ ചോളയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കഴിക്കുക. അപ്പോൾ എന്നോട് വേണോ എന്ന് ചോദിച്ചിട്ട് ചക്ക അങ്ങനെ കാട്ടി തരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോറ് കഴിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാതെ നല്ല കുട്ടിയെ കിടക്കണ്. ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചക്ക കഴിക്കാമെന്ന്, കാരണം കലോറി ഇല്ല. ചക്കൻ്റെ മധുരം എന്ന് പറയുന്നത് ഭയങ്കര കലോറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാതെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ
ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോൾ ഇതുമുനും ഇനിയിപ്പോൾ വൈകുന്നേരം ആയുള്ളൊരു പരിപാടിയാണ്, എന്തെങ്കിലും വാങ്ങി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവളോട് എന്നാൽ കടല വാങ്ങിക്കോ ഇന്ന്, ഒക്കെ എന്നും ഇപ്പോൾ ഒരു 10 റുപ്യ വേണം കേട്ടോ. ഓൾക്കൊരു മുട്ടായി വാങ്ങാൻ 10 റുപ്യ ദിവസം വേണം. സൈക്കിൾ ചവിട്ടി പോവുക, കടയിൽ പോവുക, 10 രൂപക്ക് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങുക, തിന്നുക. ഇതാണ് ഇപ്പോൾ അവളുടെ പരിപാടി. അപ്പോൾ എന്നും അങ്ങനെ ഒരു 10 രൂപ നമ്മൾ കണ്ടു വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നുമ്മോ ഒരു കടല വാങ്ങിക്കോ, നമുക്ക് ഇമ്മച്ചിക്കും കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇവളിങ്ങനെ ഈ മുട്ടായി ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോൾ എന്താ പറയുക, എനിക്ക് മധുരം കൂടുതലാണ്. അപ്പോൾ ഞാൻ കടല കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കടല ആയതുകൊണ്ട് എനിക്കും കഴിക്കാമല്ലോ. അപ്പോൾ മുപ്പരവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു കടല അവൾ വാങ്ങിയപ്പം ഈ ഇച്ചിരി കടല വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവൾ കാണിച്ചു തരുന്നില്ല, കാരണം അവൾ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ചോറ് നമ്മൾ അരി ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ ചോറ്, അത് അരി ഭക്ഷണം എന്നുള്ളതിലേറെ എനിക്ക് ചോറ് കഴിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വൈകുന്നേരം രാത്രി ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാർ റെഡി ആക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയം 1-2 കഷ്ണം മാങ്ങ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ നാളത്തെ വീഡിയോ ഇട്ട് നാളെ കാണാം. Bye.